Hello everyone, this is MP from Universal Institute Kottakkal. KEAM കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ അലോട്ട്മെൻറ്റുകൾ നടത്തുന്ന CEയുടെ വെബ്സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കീമിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടൽ നോട്ടിഫിക്കേഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. നോട്ടിഫിക്കേഷൻസിൽ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ലാസ്റ്റ് വന്നതിന് തൊട്ട് മുന്നത്തെ ആയുർവേദ, ഹോമിയോ, സിദ്ധ അതേപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ, കൗൺസിലിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. KEAM 2025 ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് ടു ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അലൈഡ് കോഴ്സസ് 2025 ഫെസിലിറ്റി മെയ്ഡ് അവൈലബിൾ സൈറ്റിൽ അതിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ടിൽ സെപ്റ്റംബർ 10 വരെ വൈകിട്ട് 4 മണി വരെയാണ് നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. അതിന് നിങ്ങൾ മെഡിക്കൽ അതേപോലെ തന്നെ ആയുർവേദക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ലിസ്റ്റിലും അതേപോലെ തന്നെ ആയുർവേദ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകളുണ്ട്. റാങ്ക് ലിസ്റ്റുകൾ ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ കീമിൻ്റെ പോർട്ടലിൽ തന്നെ ഇവിടെ എല്ലാത്തിൻ്റെയും റാങ്ക് ലിസ്റ്റുകളുണ്ട്. സോ എഞ്ചിനീയറിംഗിൻ്റെ, ആർക്കിടെക്ചറിൻ്റെ, മെഡിക്കലിൻ്റെ ഒക്കെ റാങ്ക് ലിസ്റ്റുകൾ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ആ റാങ്ക് ലിസ്റ്റ് ചെറിയ വ്യത്യാസം മെഡിക്കലും ആയുർവേദം തമ്മിലുള്ളൂ. സോ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ആയുർവേദക്കും അതേപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കൊക്കെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ? 11 കോഴ്സുകളോട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചലർ ഓഫ് ആയുർവേദ, അതേപോലെ തന്നെ സിദ്ധ, ഹോമിയോപ്പതി, യുനാനി, സയൻസ്, ബാച്ചലർ ഓഫ് സയൻസ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ BSc അഗ്രികൾച്ചർ, അതേപോലെ തന്നെ BSc ഫോറസ്ട്രി, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റ്, ബാച്ചലർ ഓഫ് സയൻസ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവിറോൺമെന്റ് സയൻസ്, BTech ബയോടെക്നോളജി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10ാമതായി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, അതായത് വെറ്റിനറി ഡോക്ടർ ആവാനുള്ള കോഴ്സ്, ബാച്ചലർ ഓഫ് ഫിഷറി സയൻസ്. ഇങ്ങനെ 11 കോഴ്സുകളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഒരു 15% ഓൾ ഇന്ത്യ കോട്ട, അതായത് ഇതിൻ്റെ ഓൾ ഇന്ത്യ ആയുഷ് കൗൺസിലിംഗ് കമ്മിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ 85% സ്റ്റേറ്റ് കോട്ട സീറ്റിലേക്കുള്ള അലോട്ട്മെന്റ് ആണ് കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്നത്. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ആയുർവേദ, സിദ്ധ, യുനാനി കോളേജസിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ 15% ഓൾ ഇന്ത്യ കോട്ടയും CE തന്നെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ അലോട്ട്മെന്റിന്റെ ഒരു ഷെഡ്യൂൾ, ഫസ്റ്റ് റൗണ്ടിന്റെ ഷെഡ്യൂൾ മാത്രമാണുള്ളത്. സെപ്റ്റംബർ 5 വെബ്സൈറ്റ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 10, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റംബർ 10 വരെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത്. 11 ഫസ്റ്റ് പ്രൈസ് പ്രൊഫഷണൽ അലോട്ട്മെന്റ്, സെപ്റ്റംബർ 12 ഫസ്റ്റ് ഫേസ് ഫൈനൽ അലോട്ട്മെന്റ്, 13 മുതൽ 17 വരെ ജോയിൻ ചെയ്യാനുള്ള സമയമാണ്. 17 ആണ് പിന്നെ അതിൻ്റെ കമ്പയർ ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ കോളേജ് അതോറിറ്റീസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഈ 17 വരെ അല്ലെങ്കിൽ 17 5 മണി വരെയാണ് ജോയിൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ 17 4 മണി വരെയാണ് ജോയിൻ ചെയ്യാനുള്ള സമയം. സോ 17 വരെയാണ് ഫസ്റ്റ് റൗണ്ട്. അതിന് അടുത്ത റൗണ്ടുകളിലുള്ള കാര്യങ്ങൾ അടുത്തടുത്ത നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. മൊത്തത്തിലൊരു ഷെഡ്യൂൾ കൊടുത്തിട്ടില്ല. ഇനി അത് സാധാരണത്തെ പോലെ തന്നെ എല്ലാ ഗവൺമെൻറ് കോളേജുകളിലെയും സീറ്റുകളിൽ, എയ്ഡഡ് കോളേജുകളിലെ സീറ്റുകളിലൊക്കെ ഉണ്ടാകുന്ന മാൻഡേറ്ററി റിസർവേഷൻ, സ്റ്റേറ്റ് മെറിറ്റ് 50%, EWS, OBC തന്നെ ഡിവൈഡ് ചെയ്തിട്ടാണ് കേരളത്തിലെ അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത്, നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് ഈ കോഴ്സിൻ്റെ ഒക്കെ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജസിൽ കോഴ്സ് BAMS ആണ് എങ്കിൽ ട്യൂഷൻ ഫീസ് 13,230 ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ. ഗവൺമെൻറ് എയ്ഡഡ് ഹോമിയോ കോളേജുകളിലെ BHMSൻ്റെ കോഴ്സ് 1,260 രൂപയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് BSc കോഴ്സുകൾക്ക് ഒരുവിധം എല്ലാ BSc കോഴ്സുകൾക്കും ഏതാണ്ട് 23,000 രൂപ. അതിൽ ബയോടെക്നോളജി KAയുടെ കീഴിലാണ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള BTech ബയോടെക്നോളജിയാണ്. അതിൽ 33,000 രൂപയാണ് ഫീസ്. ഫിഷറി സയൻസിന് 19,700 ഫീസ് വരുന്നത്. സോ ഫീസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ആയുർവേദ, സിദ്ധ, യുനാനിയുടെ ഒക്കെ ട്യൂഷൻ ഫീസ് 85% സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് സീറ്റും 15% നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ് ഫിനാൻസിങ് 15% സീറ്റുകളിലേക്കും. അവിടെയുള്ള ഫീസ് 3,15,000 രൂപയാണ്. സോ ഫീസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യേണ്ട ഒരു രജിസ്ട്രേഷൻ ഫീസ് 5,000 ഉണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ അലോട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീസിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി കോളേജുകളുടെ ഡീറ്റെയിൽസ്, ലിസ്റ്റ് ഓഫ് ഗവൺമെന്റ് എയ്ഡഡ് ഹോമിയോ മെഡിക്കൽ കോളേജസ് കോഴ്സ്, BHMS ഹോമിയോ കോഴ്സിന്റെ ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ. ഗവൺമെന്റ് കോളേജുകളുണ്ട്, എയ്ഡഡ് കോളേജുകളുണ്ട്, ഗവൺമെന്റ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകളുണ്ട്. അതുപോലെ തന്നെ ആയുർവേദയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ ഗവൺമെന്റ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഒരു ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കി നമ്മൾക്ക് എവിടേക്കാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കോളേജുകളിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. ആയുർവേദത്തിലൊക്കെ ഒരുപാട് കോളേജുകളുണ്ട്. സിദ്ധ ഒരേ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് മാത്രമേ ഉള്ളൂ. യുനാനി മെഡിക്കൽ കോളേജസ്
ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് കോളേജസും അവിടെയുള്ള കോഴ്സുകളും എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് അലോട്ട്മെൻറ്റിൻ്റെ പിക്ചർ. ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ സെപ്റ്റംബർ 10 വരെയാണ് ടൈം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കോഴ്സാണ് വെറ്റിനറി സയൻസ്. പല വിദ്യാർത്ഥികളും MBBSൻ്റെ തൊട്ട് താഴെ കൺസിഡർ ചെയ്യുന്ന വെറ്റിനറി സയൻസിന് അഡ്മിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നതും ഈ പറയുന്ന അലോട്ട്മെൻറ്റിലൂടെ തന്നെയാണ്. നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് സിയുടെ വെബ്സൈറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.